നമസ്കാരം. കൈത്തറിയുടെ നാട്ടിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ 36ാം റാങ്ക് കരസ്ഥമാക്കിയതിന്റെ ആഹ്ലാദത്തിലാണ് ഒരു നാട്. ബാലരാമപുരം തേമ്പാമുട്ടം തലയിൽ ശിവൻകോവിലിന് സമീപം ആവണിയിൽ റിട്ടയർഡ് ആരോഗ്യവകുപ്പ് ജീവനക്കാരൻ വെങ്കടേശ്വരൻ പോറ്റിയുടെയും റിട്ടയർഡ് അധ്യാപിക മിനിയുടെയും മകൾ ആര്യ VM 36ാം റാങ്കാണ് കരസ്ഥമാക്കിയത്. നമസ്കാരം, എൻ്റെ പേര് ആര്യ. ഞാൻ പ്രാവശ്യത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ 36ാമത്തെ റാങ്കാണ്. ഇവിടെ തിരുവനന്തപുരത്ത് ബാലരാമപുരം സ്വദേശിനിയാണ്. എൻ്റെ രണ്ടാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു ഇത്. ആദ്യത്തെ അറ്റംപ്റ്റിൽ പ്രിലിംസ് കയറിയിരുന്നില്ല. രണ്ടാമത്തെ അറ്റംപ്റ്റിലാണ് ഇപ്പോൾ ലിസ്റ്റ് കയറാൻ പറ്റിയേക്കുന്നത്. പിന്നെ ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു വർഷം വർക്ക് ചെയ്യുന്നുണ്ടായി കോളേജ് ലെക്ചറായിട്ട്, ഗസ്റ്റ് ലെക്ചറായിട്ട്. അതിനുശേഷം പ്രിപ്പറേഷൻ ചെയ്യുമായിരുന്നു. 2020 തൊട്ട് ഓൺലൈനായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ വീടും ഓൺലൈനും ഒക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഓപ്ഷനിലെടുത്തു. അങ്ങനെ ഇപ്രാവശ്യം ഇൻ്റർവ്യൂ പോയി. ഇന്ന് ഇങ്ങനെ റിസൾട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. എൻ്റെ ഇപ്പോൾ വന്നപ്പോൾ 36ാമതുണ്ടെന്ന് അറിഞ്ഞു. ഫസ്റ്റ് അറ്റംപ്റ്റ് അതെ, ഫസ്റ്റ് അറ്റംപ്റ്റ് പ്രിലിംസ് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ചെറിയ കട്ട് ഓഫിനാണ് മിസ്സായത്. അപ്പോൾ ഒരു പ്രതീക്ഷയായിരുന്നു ശരിക്കും. അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാലും അതിൽ കുറച്ച് സയൻസ് ആൻഡ് ടെക്നോളജി അധികം ഉണ്ടായിരുന്നു. എനിക്ക് സയൻസ് തീരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് വെച്ച് പറ്റുമോ ഇല്ലയോ എന്നൊരു പാട്. പിന്നെ നമുക്ക് ആഗ്രഹമുണ്ട് ഇത് നമ്മൾക്ക് പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ആ ഒരു പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നവരുണ്ടായിരുന്നു. ആ പ്രിലിംസ് ക്ലിയർ ചെയ്തതാണ് ഓക്കെ, ഇതിനുവേണ്ടി ഇനി ശ്രമിക്കാമെന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കിയത് മനസ്സിൽ. ബാലരാമപുരത്തെ ആദ്യത്തെ സിവിൽ സർവീസ് കരസ്ഥമാക്കുന്ന വ്യക്തി എന്ന ആഹ്ലാദത്തിലാണ് ഒരു നാട് മുഴുവൻ. കഴിഞ്ഞ തവണ സിവിൽ സർവീസിന് പ്രയത്നിച്ചെങ്കിലും പ്രിലിംസ് പോലും നേടാൻ കഴിയാതെ പരാജയപ്പെട്ടെങ്കിലും വീണ്ടും നടത്തിയ കഠിന പരിശ്രമമാണ് ആര്യയെ 36ാം റാങ്കുകാരിയാക്കിയത്. 8ാം ക്ലാസ്സിൽ തുടങ്ങിയ ആഗ്രഹം പൂവണിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് ആര്യയും കുടുംബവും. ഇത്ര ഉയരാൻ പറ്റിയാല് സന്തോഷമുണ്ട് കേട്ടാ. അവളെ കഠിനാധ്വാനം, പിന്നെ നമ്മളെ ഭഗവാന്റെ അനുഗ്രഹം. കാരണം ദൈവത്തിന്റെ തൊട്ട് മുന്നിലല്ലേ താമസിക്കുന്നത്. അല്ല, അവളെ ഒരുപാട് നീ അധികം മധുരം തിന്നിട്ട് അച്ഛൻ്റെ ഷുഗർ ചിലപ്പോൾ നിരക്കും വരും. വിവേകാനന്ദ സ്കൂളിലാണ് LKG UKG തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ചത്. അവിടുന്ന് അടുത്ത് വിശ്വഭാരതിയിൽ +1 +2 കഴിഞ്ഞ് വിമൻസ് കോളേജിൽ ഇംഗ്ലീഷ് ഓണേഴ്സ് എടുത്ത് ഫസ്റ്റ് റാങ്ക്. അത് കഴിഞ്ഞ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ MA കോഴ്സിന് ഫസ്റ്റ് റാങ്ക്. അത് കഴിഞ്ഞ് സിവിൽ സർവീസിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് JRF ഒക്കെ പാസ്സായിട്ടുണ്ട്. തന്നെത്താനെയുള്ള കഠിനാധ്വാനം തന്നെയാണ്. ട്യൂഷനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ചെറിയ സഹായങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് അതായത് ബേസിക് കൊടുത്തു. ബേസിക് ഞാനാണ് കൊടുത്തത്. ടെൻഷൻ പിടിക്കാതെ. ബാക്കിയെല്ലാം അവളെ കഠിനാധ്വാനം തന്നെയാണ്. ആര്യയുടെ വിജയം ആഘോഷിക്കുന്നതിനായി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനുമോദനവുമായി നിരവധി പേരാണ് എത്തുന്നത്. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം, അത്രേ ഉള്ളൂ. 10ാം ക്ലാസ് വരെ വിവേകാനന്ദ പബ്ലിക് സ്കൂളിലും അതിനുശേഷം +2 വരെ വിശ്വഭാരതി സ്കൂളിലും ഡിഗ്രി ഇംഗ്ലീഷ് വഴുതക്കാട് വിമൻസ് കോളേജിലും MA പോണ്ടിച്ചേരിയിലുമായിട്ടാണ് പഠിച്ചത്. പഠനത്തിൽ മിടുക്കിയായിരുന്ന ആര്യയുടെ ആഗ്രഹത്തിന് വീട്ടുകാർ എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തിരുന്നു. വീട്ടുകാരുടെ പ്രചോദനമാണ് സിവിൽ സർവീസ് കരസ്ഥമാക്കുന്നതിനായി സാധിച്ചതെന്നും ആര്യ പറയുന്നു. പ്രളയകാലത്തും നിപ്പയും കോവിഡ് കാലത്തും കളക്ടർമാരുടെ പ്രവർത്തനമാണ് IAS കരസ്ഥമാക്കുന്നതിലേക്ക് പ്രചോദനമായ ഘടകം. IAS നേടിയാൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിനായി സാധിക്കുമെന്നതും നിരവധി പേർക്ക് സഹായഹസ്തം നീട്ടുവാൻ കഴിയുമെന്നതുമാണ് സിവിൽ സർവീസ് തിരഞ്ഞെടുക്കാൻ കാരണമെന്നും ആര്യ പുഞ്ചിരിയോടെ പറയുന്നു. എനിക്ക് എപ്പോഴും ഞാൻ കരുതിയിട്ടുള്ളത് ഈ പരീക്ഷ കടക്കാൻ പറഞ്ഞൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ അതൊരു തുടക്കമേ ആവുന്നുള്ളൂ. എൻ്റെ ശരിക്കുള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു, ഇപ്പോൾ ഒരുപാട് സിവിൽ സർവീസ് ഓഫീസേഴ്സിനെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. പക്ഷേ ആൾക്കാർക്ക് കയറി ചെല്ലുമ്പോൾ എന്തെങ്കിലും ആൾ ഇടപെട്ട് എന്തെങ്കിലും ചെയ്യുമായിരിക്കും എന്ന് തോന്നുന്ന ഒരാളാവണമെന്ന് മാത്രമേ ഉള്ളൂ. അത് കൂടുതലൊന്നും ഇപ്പോൾ അറിയില്ല, അത്രയില്ല. അതെ, അല്ല എനിക്ക് അതെ അതെ അത് അതായത് ഇപ്പോൾ ഇത് എപ്പോഴും ഞാൻ കരുതുന്നത് ഈ പരീക്ഷ പാസ്സാവുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കടമ്പയാവുന്നുള്ളൂ. ശരിക്കും നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് നല്ലൊരു ഓഫീസറായിട്ടാണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് ഞാനൊരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ജോലിയുടെ അനുസരിച്ച് ശമ്പളവും അതിൻ്റേതായിട്ടുള്ള ഇതും കിട്ടും.
അപ്പോൾ ആ ജോലി കൊണ്ട് മറ്റുള്ളവർക്കും കുറച്ച് ഉപകാരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പറ്റിയ ജോലി ഇതാണെന്ന് തോന്നി. ആൻഡ് അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആത്മവീര്യം താൻ തന്നെയാണ്. തനിക്കത് സാധിക്കുമെന്ന ആത്മവിശ്വാസം മുറുകെ പിടിച്ചപ്പോൾ ഒന്നിൽ പിഴച്ചാൽ മൂന്നിലല്ല രണ്ടിലും സാധിക്കുമെന്ന സിവിൽ സർവീസ് താരമായി ആര്യ. ഓരോ മാതാപിതാക്കൾക്കും ആര്യ ഇന്ന് മാനസപുത്രിയാണ്. മാതാപിതാക്കൾ നൽകിയ സ്നേഹവും വാത്സല്യവും പൊതുസമൂഹത്തിനും നൽകുമെന്ന മൊഴിയിൽ ഉദിക്കുന്ന ഊർജം അത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമാണ്. പഠനത്തിൽ ഇംഗ്ലീഷ് സാഹിത്യം തിരഞ്ഞെടുത്ത ആര്യയുടെ മനസ്സിലെ ആശയങ്ങൾക്കും നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. മനുഷ്യർ മാനസികമായി ചൂഷണം ചെയ്യപ്പെടുന്നു. നീതി നിഷേധം പല സാഹചര്യങ്ങളും സംജാതമാകുന്നു. മാനസികമായി മനുഷ്യർ പ്രാപ്തരല്ല. ഓരോ മനസ്സുകളിലും വെല്ലുവിളി നേരിടുന്നു. മാനസികാരോഗ്യമാണ് നമുക്ക് വേണ്ടത്. ഇത്തരത്തിലുള്ള ആര്യയുടെ നിഗമനം തന്നെ ശ്രേഷ്ഠമാണ്. അപ്രാപ്യമായ നേട്ടം കൈത്തറി നാടിനും തലയിൽ ദേശത്തിനും സമ്മാനിച്ച ആര്യ ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ്. സോദരിക്ക് നാട് നൽകുന്നത് വാക്കുകൾക്കപ്പുറമുള്ള അഭിനന്ദനമാണ്. ഇന്ത്യൻ ജനതയ്ക്ക് അഭിമാനമായി സിവിൽ സർവീസിലേക്ക് ചുവട് വെക്കുകയാണ് ആര്യ. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സത്യവും വ്യക്തവും കൃത്യവുമായ വാർത്തകൾക്കായി VMTV ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി. ആശ്രയം സമ്മാന പെരുമഴ. സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. ₹50 നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു. ഒന്നാം സമ്മാനം ഡിയോ സ്കൂട്ടർ, രണ്ടാം സമ്മാനം 32 ഇഞ്ച് LED TV, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, നാലാം സമ്മാനം മൈക്രോവേവ് ഓവൻ, അഞ്ചാം സമ്മാനം 1 ഗ്രാം ഗോൾഡ് കോയിൻ, ആറാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ, ഏഴാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ, എട്ടാം സമ്മാനം കുക്കർ 10 ലിറ്റർ, ഒൻപതാം സമ്മാനം കുക്കർ 5 ലിറ്റർ, പത്താം സമ്മാനം കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ ടൈൽസ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ്സ്, ഇലക്ട്രിക്കൽസ് എന്നിവ മിതമായ നിരക്കിൽ ഗുണമേന്മ ഉറപ്പുവരുത്തി തിരഞ്ഞെടുക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു. മമ്മൂസ്, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്. ഫോൺ നമ്പർ 9953 64940 9544 895983. എല്ലാവിധ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ ശേഖരം. ഓണം പ്രമാണിച്ച് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വൻപൻ ഡിസ്കൗണ്ട്. സന്ദർശിക്കൂ മമ്മൂസ്, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.